Hello my dear friends, welcome to my channel Kannur's Kitchen. എൻ്റെ പേര് സുധ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. രുചിമുകുളങ്ങളെ ത്രസിപ്പിക്കുന്ന കിടിലൻ കല്ലുമ്മക്കായ് വരട്ടിയത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഒരു തവണ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു കല്ലുമ്മക്കായ് വരട്ടിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ കല്ലുമ്മക്കായ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ കല്ലുമ്മക്കായാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഷെല്ലൊക്കെ നീക്കി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന കല്ലുമ്മക്കായാണിത്. ഇത് ക്ലീൻ ചെയ്യുന്ന വിധമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇനി ഇതിനൊരു മാരിനേഷനാണ് വേണ്ടത്. അതിന് വേണ്ടി ആദ്യം തന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുകയാണ്. പിന്നീട് നമുക്ക് ഇതിനു വേണ്ടി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നീട് ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർക്കണം. അത് ഒരു 1.5 ടീസ്പൂണാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ചേർത്തു. പിന്നീടൊരു 1/2 ടീസ്പൂണും കൂടെ ചേർക്കാം. അതിനുശേഷം കൈവച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കൈവച്ച് ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് കൊടുക്കണം. ആ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കട്ട് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് അടച്ചങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. കല്ലുമ്മക്കായ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. അതിൽ ആദ്യത്തേത് ഒരു മീഡിയം സൈസിലുള്ള സവാള, അത് സ്ലൈസ് ചെയ്തതാണ് നീളത്തിൽ. അതുപോലെ തന്നെ ഒരു തക്കാളി, അതും നീളത്തിൽ സ്ലൈസ് ചെയ്തു. കുറച്ച് കറിവേപ്പില, പിന്നീട് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതാണ്. പിന്നീട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇനി കുറച്ച് സ്പൈസസ് കൂടി ഇതിന് ആവശ്യമാണ്. നമ്മൾ ആദ്യം കുറച്ച് സ്പൈസസ് ചേർത്താണ് അത് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. എന്നിരുന്നാലും ഇപ്പോൾ കാണുന്ന ഈ പച്ചക്കറികൾക്കൊക്കെ കുറച്ച് സ്പൈസസ് വേണ്ടേ. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിന് ആവശ്യമായ എണ്ണയും കൂടി മാത്രമേ വേണ്ടൂ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയായി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് കല്ലുമ്മക്കായ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു ചെറിയ പാൻ വെച്ച് ആ പാൻ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കല്ലുമ്മക്കായ് ഇട്ട് കൊടുക്കട്ടെ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. സാവധാനം ഇതിവിടുന്ന് ഫ്രൈ ആവട്ടെ. ഇതിൻ്റെ ഒരു ഭാഗം കൂടുതൽ ഡീപ്പായി ഫ്രൈ ആവേണ്ട. കാര്യം നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പിന്നീട് അത് മുരിഞ്ഞോളും. ഇപ്പം ജസ്റ്റ് ഒന്ന് ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. അപ്പോൾ ഞാനിതൊന്ന് തിരിച്ചു കൊടുക്കുകയാണ്. തിരിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിതിങ്ങനെ ഇത് വെച്ച് സ്പൂണ് വെച്ച് ഇങ്ങനെ ചിക്കി എടുത്ത് നിന്നുകൊണ്ടേ ഇരുന്നാൽ മതി. അപ്പോൾ നമ്മൾ ഒരു ഭാഗം ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും വലിയ പീസൊന്നും അല്ലല്ലോ, അത് ചിക്കി എടുത്താൽ മതി. ഇങ്ങനെ ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് ചിക്കി എടുക്കട്ടെ. അപ്പോഴത്തേക്ക് ഇതൊരു 3/4 ഭാഗം ഫ്രൈ ആയിട്ടുണ്ടാവും. ഇത് ഓൾമോസ്റ്റ് കുക്കായ കല്ലുമ്മക്കായാണ്. ആദ്യം നമ്മൾ ബോയിൽ ചെയ്ത് അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബോയിലൊക്കെ ചെയ്തിട്ടല്ലേ ഇതെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഒരു 4-5 മിനിറ്റ് കൂടി ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ കല്ലുമ്മക്കായ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ആക്കുന്നില്ല. റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാൻ ഞാൻ അടുപ്പിലോട്ടേക്ക് വെക്കട്ടെ. റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ വെച്ച് ഇപ്പം നന്നായിട്ട് അത് ചൂടായി കഴിഞ്ഞു. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. ഇനി എണ്ണയൊന്ന് നന്നായി ചൂടായി വരട്ടെ. എണ്ണ ചൂടായി കഴിഞ്ഞു. ആദ്യം അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സവാള ചേർക്കട്ടെ. ഇനി ഈ സവാള ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ചെറിയ തീയിൽ വഴറ്റി കൊടുക്കാം. സ്ലൈറ്റ് ഗോൾഡൻ കളർ ആയാൽ മതി, കൂടുതൽ ബ്രൗൺ കളർ ആവണ്ട. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കട്ടെ. സവാള ഒരു സ്ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അപ്പോൾ അത് ചേർക്കട്ടെ. പിന്നീട് നമ്മൾ നെടുകെ കീറി വെച്ചിട്ടുണ്ടായിരുന്ന 2 പച്ചമുളക് ചേർക്കുവാണ്. തക്കാളി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ചേർക്കാം. ഇപ്പോൾ ചേർക്കാൻ വന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ്. ഗരം മസാല പിന്നീട് ചേർത്താൽ മതി. ഇപ്പോൾ നമുക്ക് മഞ്ഞളും മുളകും ചേർക്കാം.
ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് നല്ലപോലെ റോസ്റ്റ് ആവട്ടെ. ഈ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായി വെന്ത് ഉടഞ്ഞെടുക്കാം. നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത തക്കാളിയും പച്ചമുളകും ഏകദേശം കുക്കായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കല്ലുമ്മക്കായ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗരം മസാല ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി ചെറിയ തീയിൽ ഇത് കുറച്ച് നല്ല പോലെ റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. നമ്മുടെ കല്ലുമ്മക്കായ് റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഞാനൊരു 4 മിനിറ്റോളം ചെറിയ തീയിൽ ഇതിങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തതാണ്. ഇത്രയും മതി. ഞാൻ സ്റ്റൗ ഓഫ് ആക്കട്ടെ. അതിന് ശേഷം ഇതിൻ്റെ മുകളിലായി കുറച്ച് കറിവേപ്പില സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും കുറച്ചും കൂടെ കറിവേപ്പില ചേർക്കുവാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ കല്ലുമ്മക്കായയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് ചപ്പാത്തീൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണ്. പിന്നീട് നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാം. വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് ഈ കല്ലുമ്മക്കായ എന്ന് പറയുന്നത്. ഷെല്ലിലുള്ള ഡിഷസൊക്കെ വളരെ ഹെൽത്തിയാണ്. നല്ലപോലെ കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ടാവും ഇങ്ങനെ ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഫ്ലഷ് കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാ ഡിഷസിനും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നീട് ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല ഡിഷസൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. അതുവരേക്കും ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.